അവിടെ ഉണ്ടായിരുന്നു. അരിപ്പെട്ടി നോക്കുമ്പോഴേ കിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിയപ്പം കിട്ടി. അതെടുത്ത് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കഴിച്ചു. എന്നാ പിള്ളേരില്ലാത്തവർക്ക് കൊടുക്കണ്ടേ അല്ലേ? പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ കർണാടക ഗ്രാമപഞ്ചായത്തിലുള്ള ടോംസ് ഹണി സെൻറ്റർ നടത്തുന്ന ടോം കോഴിക്കോടിൻ്റെ അടുത്താണ്. അദ്ദേഹം ഒരു മികച്ച തേൻ കർഷകനും ബിസിനസ്സുകാരനും പൊതുപ്രവർത്തകനുമാണ്. കർണാടക പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കർഷകരുടെ തോട്ടങ്ങളിൽ തേനീച്ചപ്പെട്ടി സ്ഥാപിച്ച് അവിടെ നിന്നും തേൻ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ബിസിനസ്സാണ് ടോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ടോമിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ശേഖരിച്ച് വെക്കുന്ന സാധനമാണ് നമ്മൾ എടുത്തോണ്ട് പോണേ. ശരിക്കും അവരോട് ദ്രോഹമാണ് ചെയ്യുന്നത് നമ്മൾ, അല്ലേ? അതുപോലെ ഇതിന് വേറൊരു ഗുണമുണ്ട്. തേനിനകത്ത് പൂമ്പൊടിയുണ്ട്. പൂമ്പൊടിയുള്ള റാഗലുകളുണ്ട്. പൂമ്പൊടിയും തേനും കൂടെ കഴിച്ചെന്ന സന്ധിവേദന, നമ്മുടെ കാലിൻ്റെ മുട്ടിന്, കൈയുടെ കുഴയ്ക്ക് ഒക്കെ വരുന്ന വേദന ഒറ്റ ദിവസം കൊണ്ടില്ലെന്നാവും. തേനും പൂമ്പൊടിയും കൂട്ടി ഇത് പെട്ടിയിൽ നിന്ന് എടുക്കുന്ന പടി കഴിച്ചാൽ. ആ തേനാണോ ഇത്? അത് വേറെ റാഗല കിട്ടുന്ന പൂമ്പൊടിയുള്ള പൂമ്പൊടി. അത് നമ്മൾ പിഴിഞ്ഞെടുക്കുന്നതാണോ? ഇത് പിഴിഞ്ഞെടുക്കുന്നതാണോ? ഉണ്ട്, അതിനകത്തുണ്ട്. പൂമ്പൊടിയുടെ പ്രത്യേകതയാണ് സന്ധിവേദന, അതുപോലെ കണ്ണിനുണ്ടാകുന്ന രോഗങ്ങൾ, കാഴ്ചശക്തി എല്ലാം കൂടും ഈ തേനും പൂമ്പൊടിയും കൂടെ കഴിച്ചാൽ. പിന്നെ റോയൽ ജെല്ലി എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. റാണി ഉണ്ടാകാൻ വേണ്ടി ഈച്ചകൾ നിർമ്മിക്കുന്ന ഒരു ഔഷധ ഗുണമുള്ള സാധനമാണ് റോയൽ ജെല്ലി. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ തേനകത്ത് അത് കാണാൻ പറ്റുമോ? റാഗലയിലുണ്ട്, അടിനലയിലുണ്ട് റോയൽ ജെല്ലി. അത് തന്നെ എടുക്കാമോ? അതെടുക്കാൻ പറ്റും. അതിന് വില കൂടുതലുണ്ടോ? അതിന് ഭയങ്കര വിലയാണ്. അത് നമ്മളിവിടെ മാർക്കറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ചിലരൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് എടുത്തു തരാമെന്ന്. നമ്മൾ കിട്ടുമ്പോൾ എല്ലാ സീസണിലും കിട്ടിയല്ല, റാണി മുട്ട ഉണ്ടാകുന്ന സമയത്തേ കിട്ടുള്ളൂ. ഭയങ്കര വാല്യൂ ഉള്ള, ലക്ഷങ്ങൾ വിലയുള്ള സാധനമാണ്. അതായത് മക്കളില്ലാത്ത കുടുംബങ്ങളിൽ, മക്കളില്ലാത്ത അമ്മമാർക്ക് വരെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ മക്കളുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതായത് റാണി ആണ് ഒരു കൂട്ടിലെ മുട്ട മുഴുവൻ ഇടുന്നത്. ഉൽപ്പാദനം മൊത്തം മക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ റാണി ഈച്ചയാണ്. ഒറ്റ ഈച്ചയാണ് ഒരു കൂട്ടിലേക്ക് മുഴുവൻ ഉൽപ്പാദനം നടത്തുന്നത്. ആ ഈച്ചയ്ക്ക് കൊടുക്കുന്ന ഫീഡിങ്ങാണ് റോയൽ ജെല്ലി. ആ ജെല്ലി കഴിച്ചാൽ മനുഷ്യനും എല്ലാ ജീവജാലങ്ങൾക്കും ഉപകാരപ്രദമാണ്. പല ഗുണങ്ങളുണ്ട്. അത് അനുഭവിച്ചാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ ഇതിൻ്റെ സെയിലില്ല എന്നാണ് പറയുന്നത്. ഇവിടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. നമ്മളിവിടെ ഇല്ല. നമ്മൾ ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, അവർക്ക് നമ്മൾ കിട്ടുമ്പോൾ എടുത്തു കൊടുക്കും. അപ്പോൾ അതൊരു 1 ലിറ്റർ കിട്ടണമെങ്കിൽ എത്ര? അങ്ങനെ കിട്ടിയല്ല, മുട്ടയാണ്. റാണി മുട്ടയാണ്. അതിനകത്താണ് റോയൽ ജെല്ലി. ലിറ്റർ കണക്കിനല്ല, ഓരോ മുട്ടയാണ് കിട്ടുന്നത്. അത് ഇവിടെ ഇപ്പോൾ കണ്ടില്ല. ചില സമയത്ത് വരുമ്പോൾ ഞാൻ ജോജിയെ വിളിച്ച് കാണിച്ചു തരാം. അത് റോയൽ ജെല്ലിയും കാണിച്ചു തരാം. ഇന്നിപ്പോൾ നടക്കുകയല്ല, നമുക്ക് വേറൊരു അപൂർവമായിട്ട് കിട്ടുള്ളൂ അല്ലേ? അത് അടിപ്പെട്ടി അവിടെ ഉണ്ടായിരുന്നു. അടിപ്പെട്ടി നോക്കുമ്പോഴേ കിട്ടുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെ നോക്കിയപ്പം കിട്ടി. അതെടുത്ത് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കഴിച്ചു. എന്നാ പിള്ളേരില്ലാത്തവർക്ക് കൊടുക്കണ്ടേ അല്ലേ? തന്നെയല്ല, ഒരസുഖം വരികയല്ല. അതാണ് ഈ റോയൽ ജെല്ലി കളി. റോയൽ എന്ന് വെച്ചാൽ തന്നെ അറിയാമല്ലോ, റോയൽ ജെല്ലി രാജകീയ ഭോജനമാണ്. ഈച്ചയുടെ രാജകീയ റാണിയെ ഉണ്ടാക്കുന്ന ഭോജനമാണ് റോയൽ ജെല്ലി. അത് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്കത് കഴിച്ചാൽ അത് പ്രത്യക്ഷത്തെ നമുക്കറിയാം. യൗവനം നിലനിർത്താൻ പറ്റിയ ഏറ്റവും വലിയ ഔഷധമാണ് അത്. ഈ ഷെയ്ക്കുമാർ വിദേശ രാജ്യങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ മേടിച്ച്, അതിനെക്കുറിച്ച് അറിയാവുന്നവർ മേടിച്ച് കഴിക്കും. എക്സ്പെൻസീവ്, ഭയങ്കര തുക കൊടുത്താൽ മേടിക്കുന്നു. ഇത് ഭയങ്കര വ്യവസായമാണ്. ചൈനയിലും മലേഷ്യയിലും ഒക്കെ. ഇവിടുത്തെ പോലെയല്ല. നമ്മുടെ ഹരിയാനയിലും പഞ്ചാബിലും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുമോ? ഇത് സൂക്ഷിച്ച് വെക്കാമല്ലോ. അതിൻ്റെ പ്രോസസ്സിങ് അതിനെ പറ്റി പഠിക്കണം. ഫ്രിഡ്ജ് വെച്ചാലും ഇരുന്നുള്ളൂ, കേടുകൂടാണ്ട്. അതിൻ്റെ ക്വാളിറ്റി ഏറ്റവും നല്ല എടുക്കുമ്പോഴേ കഴിക്കുക ഏറ്റവും ഗുണമുള്ളത്. ഈ സാധനം പെട്ടിന്ന് കളക്ട് ചെയ്യുമ്പോഴേ കഴിക്കുക. ഭയങ്കര ഗുണമാണ്. വിശക്കത്ത പോലും ഇല്ല നമുക്ക്. പുക കൂടുതൽ എന്നാൽ ക്ഷീണം. അതുകൊണ്ട് അധികം പുകയ്ക്കല്ല, ചെറുതായിട്ടൊരു കുത്താണ്ടിരിക്കാൻ വേണ്ടി ഉള്ള ഒരു മയക്കം കിട്ടാം അല്ലേ? ഒരു മയക്കം. മറ്റേ വന്ന് കുത്തും. നല്ലൊരു റാഗല.
മുക്കാലും തന്നെ സീൽ ചെയ്തു. ഇത് സീലിംഗ് ആണ്. ഇങ്ങനെ സീൽ ചെയ്ത നമ്മൾ തേനാണ് എടുക്കുന്ന. സീൽ ചെയ്യാത്ത എടുക്കരുതെന്നുള്ളതാണ്. കൊഴുപ്പ് കുറവായിരിക്കും, ക്വാളിറ്റിയും കുറയും. ഇതിനകത്ത് കുറേ സീൽ ചെയ്യാത്തുണ്ടല്ലോ. അത് എല്ലാം സീൽ ചെയ്യല്ല, ഒരു 50% സീൽ ചെയ്താൽ എടുക്കാം. ഇത് സീലിംഗ് ഉള്ളതാണ്. സീൽ ചെയ്ത ഭാഗം ചെത്തി മാറ്റിയെങ്കിൽ മാത്രമേ തേന എടുക്കാൻ പറ്റത്തുള്ളൂ. കട്ട് ചെയ്ത് കളയണം അല്ലേ? കട്ട് ചെയ്ത് കളയല്ല, അതിനകത്തും തേന ഉണ്ട്. അത് ലാസ്റ്റ് നമ്മൾ ഇത് പിഴിഞ്ഞെടുക്കേ. ഈ കട്ട് ചെയ്യുന്നതിനകത്തുനിന്ന് അതിനകത്തും തേൻ കിട്ടും. ഇത് ഫുള്ളായിട്ട് തേനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഫുള്ള് തേന. അടുത്ത ആഴ്ച വന്നാൽ ഇതിൽ നിറച്ച് വരും തേനാകും. രണ്ടെണ്ണം വെച്ചാൽ കിടക്കുന്നത്. 2 വെച്ചാലാണ് അതെ അല്ലേ? നമുക്ക് കിടക്കാം, 4 വരെ വെക്കാം വേണമെങ്കിൽ. അടിക്കുന്നുണ്ട് അവർ, ശകലം മര്യാദക്കാരും ആവും, മറക്കുകയും ചെയ്യും. ഇതൊരെണ്ണം കുത്താൻ ശ്രമിക്കുന്ന, പക്ഷേ കുത്തിയിട്ടില്ല. അവന് അവിടെ ഇരുന്ന് കറങ്ങുവാ. അവന് കുത്തി കഴിഞ്ഞപ്പം വേണ്ടായിരുന്നോന്ന് തോന്നുക. ഇങ്ങനെ കുത്തിയില്ല. പോയി കുത്തിയില്ല. എനിക്ക് വേനയില്ല. ഈ സമയം ഈ തേൻ സീസണിൽ കുത്ത് കുറവാണ്. ഇവർക്ക് തേൻ എടുക്കാനാണ് ശ്രദ്ധ, കൂടുതൽ അറ്റാക്കില്ല. പുതിയ തേനാണ്. തീറ്റയില്ലാത്ത സമയത്ത് തീറ്റ കൊടുക്കണം. ഇത് വെച്ച് കൊടുക്കണം അല്ലേ? കളിക്ക് ഇനി ഇത് തിരിച്ചു വെക്കണം. ഒരു സൈഡിലത്തെ മൊത്തം മറുവശം വീഴാൻ വേണ്ടി തിരിച്ചു വെക്കുന്നു. ആ റാഗല് മുഴുവൻ കട്ട് ചെയ്തില്ലല്ലോ. മുഴുവൻ കട്ട് ചെയ്തു നോക്കാം. ഇത് തേന് കുറച്ചേ ഉള്ളൂ ഇതിനകത്തല്ലേ? അതുകൊണ്ട് ആ തേനുള്ള ഭാഗത്ത് മാത്രമേ കട്ട് ചെയ്തു. തേന സീൽ ചെയ്ത ഭാഗം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. 2 വശത്തെ തേൻ പോകുന്നു, കാലിയായി. ഇനി ഇത് 5 ദിവസം കൊണ്ട് ഇവർ വീണ്ടും നിറയ്ക്കും. ഇത് നമ്മൾ ഏത് സീസണിൽ ഇത് കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത്? ഇത് എപ്പോൾ വേണേലും കൊണ്ടുവരാം. ഇത് സ്ഥിരം ഇങ്ങനെ വെച്ചേക്കോ? ഇവിടുന്ന് മാറ്റുന്നില്ലേ? ഈ ഇവിടെ എത്ര പെട്ടി വെച്ചിട്ടുണ്ട്? ഇവിടെ 20. ഇത് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിലെ റിട്ടയർഡ് ഓവർസിയർ സതീശൻ സാറിൻ്റെയും അതുപോലെ കർണാടക ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പർ ബിന്ദു മെമ്പറുടെയും സ്ഥലത്താണ് ഈ തേനീച്ച പെട്ടി സ്ഥാപിച്ചിരിക്കുന്നത്. സതീശൻ സാറിനോടും ബിന്ദു മെമ്പറോടും ചോദിക്കാം, എങ്ങനെയുണ്ട് തേനീച്ചയുടെ അനുഭവമൊക്കെ? തേനീച്ച അനുഭവം എന്ന് പറഞ്ഞാൽ ഇത് ആണ്ടിൽ 10 മാസം ഇത് പണിത് 2 മാസം ഇതിൽ ഈ തേൻ കിട്ടുള്ളൂ ശരിക്കും. ബാക്കി 10 മാസം നമ്മൾ അങ്ങോട്ട് മാസം എന്ന് പറഞ്ഞാൽ ഇതിലൊരു 6 മാസക്കാലം ഇതിനെ തീറ്റ കൊടുത്ത് വളർത്തണം. തീറ്റ നമ്മൾ അങ്ങ് കൊടുക്കണം. തീറ്റ ഒരു പഞ്ചസാര ലായനി കലക്കി കൊടുത്താലേ ഈച്ച നിലനിൽക്കുള്ളൂ, ഇല്ലെങ്കിൽ ഈച്ച പോകും. ഈ തേനീച്ച ഉള്ളതുകൊണ്ട് നമ്മുടെ തോട്ടത്തിൽ എന്തെങ്കിലും ഗുണമുണ്ടോ? തേനീച്ച തോട്ടത്തിൽ ഗുണമുണ്ടോ എന്ന് നമുക്കങ്ങനെ തോന്നിയിട്ടില്ല. നമുക്ക് തേനീച്ച കൊണ്ട് പ്രത്യേക ശല്യം ഉണ്ടാകാറില്ല, അങ്ങനെ ഉണ്ടാകാറില്ല, കുത്ത് കിട്ടാറില്ല. അല്ല ഈ പച്ചക്കറിയൊക്കെ ചെയ്യുന്നവർക്ക് ഇതിന് പരാഗണം കൂടി നടക്കുന്നൊക്കെ കിട്ടുന്നു അല്ലേ? അങ്ങനെ പച്ചക്കറി മുകളിലേ ഉള്ളൂ, ഈ തോട്ടത്തിലില്ല. ഇവരുടെ തെങ്ങിലും മറ്റ് ഫലവൃക്ഷങ്ങളിലും 20% മുതൽ 40% വരെ വിളവ് കൂടുതൽ കിട്ടും തേനീച്ച വെക്കുന്നുണ്ട്. വാഴയാണേലും തെങ്ങാണേലും കമുകാണേലും എന്ത് വൃക്ഷങ്ങളിലും കായ്ഫലമുള്ള എല്ലാത്തിനും 20 മുതൽ 40% വിളവ് കൂടുതൽ കിട്ടും. വളമിട്ടില്ലെങ്കിലും കിട്ടും പരാഗണം കൂടുതൽ. തേനീച്ചയുടെ ജാതി, ഏലം, കുരുമുളക് എല്ലാത്തിനും കിട്ടും. തെങ്ങിന് ഏറ്റവും കൂടുതൽ
തെങ്ങിൻ്റെ പൂമ്പൊടി മൊത്തം എടുക്കും തേനീച്ച, മൊത്തം എടുത്ത് പരാഗണവും നടക്കും. അപ്പോൾ ഈ സാധാരണ രീതി 10 തേങ്ങ പിടിക്കുന്ന തെങ്ങാണെങ്കിൽ ഇവിടുത്തെ ഒരു 25 തേങ്ങ പിടിക്കും. അത്രയും വ്യത്യാസം വരും. ഈ എടുത്തേക്കുന്ന തേൻ അതേപടി കൊടുക്കുവാണോ? അതേപടി അരിച്ച് ചെറിയ പ്രോസസ്സിംഗ് ഉണ്ട്. വേറെ പ്രോസസ് അത് കൂടുതൽ കാലം ഇരിക്കണമെങ്കിൽ പ്രോസസ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പ്രോസസ് വേണ്ട. കൂടുതൽ കാലം വെച്ചോണ്ടിരിക്കണം. ഏറ്റവും നല്ലത് ഇപ്പം മേടിക്കുന്നതല്ലേ ഇതിന്? ഇത് സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ ഇതിനെ ലേശം ചൂടാക്കി പ്രിസർവ് ചെയ്ത് വെക്കണം സാധനം. ഇതിന് ജലാംശം ഉണ്ട് ഇതിനകത്തല്ലേ? ലേശം ജലാംശം ഏതായാലും കാണാം. ഇത്തവണ കട്ടി കൂടുതലാണ്, മഴയില്ലാത്തതുകൊണ്ട്. നല്ല ഇതാണ് നല്ല സീസണാ അല്ലേ? നല്ല സീസൺ ഉണ്ട്, കട്ടി കൂടുതലുണ്ട്, തേന് കൊഴുപ്പും കൂടുതൽ. 1 ലിറ്റർ തേൻ എന്നാ വിലയ്ക്ക് കൊടുക്കുന്നത്? 300 രൂപയ്ക്ക് 1 കിലോ. 1 കിലോയ്ക്ക്. മെമ്പറെ, പഞ്ചായത്തിൽ ഇരുന്നപ്പം തേനീച്ച കൃഷിക്കൊക്കെ സബ്സിഡി കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട് അല്ലേ? അത് ചെറുതേനീച്ച. നമുക്ക് ഔഷധ ഗുണം ചെറുതേനീച്ചക്കാണല്ലോ. ചെറുതേനീച്ചയുടെ തേനിനാണ് ഔഷധ ഗുണം ഉള്ളത്. പഞ്ചസാരക്ക് പകരം ഉപയോഗിക്കാം അല്ലേ? തീർച്ചയായിട്ടും പഞ്ചസാര ഒഴിവാക്കാം. പഞ്ചസാര ഒഴിവാക്കാം. തേൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഒഴിവാക്കാം. അതുകൊണ്ട് നമുക്ക് യാതൊരു ദോഷവും ഇല്ല. പിന്നെ ഇതാണ് പിന്നെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നഴ്സറി പിള്ളേർക്കൊക്കെ തേൻ കൂട്ടി അമ്മമാർ കൊടുക്കാൻ അങ്ങനെ വിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് അല്ലേ ടോമേ? അതെ, തേൻ കൂട്ടി സ്കൂളുകളിൽ തേൻ നിർബന്ധമാക്കി. ഇപ്പം ആക്കിയോ? ഇടയ്ക്ക് ആയായിരുന്നോ? ഇല്ല, സ്കൂളുകളിൽ തേൻ കൊടുക്കുന്ന അംഗനവാടികളിലും ഒക്കെ. അതെ. അംഗനവാടി വന്നായിരുന്നു തേന് ചെറിയ ബോട്ടിൽ. അതെ, പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാകും. നമ്മളൊരു സഹായിച്ചു കൊടുക്കുന്നുള്ളതല്ലേ ഉള്ളൂ ഇതിനകത്തെ. നമ്മളൊരു ഇത് പിന്നെ ശാസ്ത്രീയമായിട്ട് വെച്ച് നിർമ്മിക്കുന്നു എന്നുള്ളതല്ലാതെ ശരിക്കും പ്രകൃതിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ എന്താണേലും ഉണ്ടാകും. തേനീച്ച പണിയെടുക്കുന്നു, നമ്മൾ ഭക്ഷിക്കുന്നു. അതെ. ഇത് മയക്കുമ്പം കടിക്കാൻ സാധ്യതയുണ്ടോ? കടിക്കല്ല. മയക്കുന്നോണ്ടാ കടിക്കല്ലാത്ത, ഇല്ലെങ്കിൽ കടിക്കും. റാണിയാണത്? അല്ല, ഇത് മടിയനല്ലേ? മടിയനെ നമ്മൾ കണ്ട തട്ടി കളഞ്ഞേക്കാം. അല്ലെങ്കിൽ ഇത് തേൻ കുടിക്കും. മടിയൻ തേൻ കുടിക്കുക, ചുമ്മാ ഇരിക്കുക, വേറെ പണിയൊന്നുമില്ല. മടിയൻ തേനീച്ചാണെന്ന് എടുത്ത് കാണിച്ചത് അതിൻ്റെ പ്രത്യേകത. കുത്തിയല്ല, അതിന് കുത്താനുള്ള അവയവം ഇല്ല. അത് എണ്ണ ചേരുക മാത്രമേ ഉള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. ഇത് മടിയൻ കടിക്കല്ലേ? ഇല്ല. മറ്റേ ഈച്ച എങ്ങനെ പിടിച്ചാൽ കുത്തും കിട്ടും. ഇതാണ് മടിയൻ, ആണീച്ച. ഒന്ന് കാണിച്ചേ. ധൈര്യമായിട്ട് പിടിച്ചോണ്ട് നടക്കാം. അത് കുത്തിയല്ല. ഇല്ല, അത് തിരിച്ചറിയണേ. ഇവനെ പിടിച്ചാൽ കുത്ത് കിട്ടും. ആ സാധനത്തിന് അത് ഞെക്കണ്ട. ആ സാധനം ഒന്നും ചെയ്യല്ല. വീണ്ടും അതിനകത്തേക്ക് അവന് തേൻ കുടിക്കുക, എണ ഏരുക, ഈ 2 പണിയേ അവനുള്ളൂ. ഇത് ചത്താനുണ്ട്. ഊതിയാൽ മതി ഇനി അഥവാ പോകാന്നുണ്ടെങ്കിൽ. അതുപോലെ കഴിയുന്ന പെട്ടിയുടെ പുറകിൽ നിന്നാണ് എടുക്കുന്നത്, ഫ്രണ്ട് എൻട്രൻസ് നിന്ന് എടുക്കല്ല. ഈ കടന്നു വരുന്നിടത്തുനിന്ന് അല്ലേ? അവിടെ നിന്നാൽ അവർക്ക് അസൗകര്യമാണ്. അവർ ചിലപ്പോൾ കുത്താൻ സാധ്യതയുണ്ട്. ഈ സമയത്ത് തേനീച്ച എല്ലാം പുറത്ത് പോണ സമയമല്ലേ? എല്ലാം പോവുകയല്ല, കുറേ എണ്ണം പോയി. അന്നേരം കുറേ എണ്ണം കളക്ട് ചെയ്തുകൊണ്ട് വരും. കുറേ എണ്ണം എടുക്കാൻ പോയത് തിരിച്ചു വരികയല്ലേ? രാത്രി സമയത്ത് എല്ലാം അകത്ത് കാണും അല്ലേ? ആ സമയത്ത് എടുക്കാൻ പറ്റില്ലല്ലോ. 5:30 കഴിഞ്ഞാൽ പിന്നെ പറക്കല്ല. ഈ നമുക്കും ശല്യമാണ്. ഇന്നലെ 5:30 ആയപ്പോൾ ഞങ്ങൾ നിർത്തി. അധികം പുക അടിക്കരുതെന്നാ ഈ തേനീച്ചയ്ക്ക് അല്ലേ? ഈച്ചയ്ക്ക് തളർച്ച വരുവേ, ക്ഷീണം ഉണ്ടാവും, ഹാങ് ഓവറാകും. ഇത് ഈ നിലയെന്നും തേനെടുക്കാം. 2 നിലപ്പെട്ട്. ഇത് 3 നിലയുള്ള പട്ടി അല്ലേ? ഇതിന്റെ മുകളിൽ ഒരെണ്ണം കൂടെ വരും നല്ല സീസൺ ആകുമ്പോൾ. സൂപ്പർ. 4 നിലയുള്ള പെട്ടിയാണ് സൂപ്പർ. അങ്ങനെ മുകളിലേക്ക് കയറി വരും. ഇത് എടുക്കാറായില്ല അല്ലേ? ഇതാവുന്നേ ഉള്ളൂ, അടുത്ത ആഴ്ചയ്ക്കാവും. ഇതായി. ഇച്ചിരി തീ കുറവായിരുന്നു. കത്തി കയറിയാൽ മതി.
ഒരെണ്ണത്തെ 1/4 കിലോ മുതൽ 1/2 കിലോ തേൻ വരും ഒരു ഫ്രെയിമിൽ. ഒരു ഫ്രെയിമല്ലേ? അടുത്ത ആഴ്ച ആകുമ്പോഴത്തേനും നല്ലപോലെ വരുന്ന സീസൺ ആവും അല്ലേ? സീസണ് ഇപ്പം സീസണ് മുമ്പുള്ള തേനാ, സീസൺ ആയിക്കൊണ്ടിരിക്കുന്നു. ആയില്ല, ഇത് ഈ സീസൺ കഴിയുമ്പോഴത്തേനേ ആകുള്ളൂ. അന്നേരം പുതിയ റാണി ആയതുകൊണ്ട് നല്ല ഫ്രണ്ടിൽ കയറി വന്നോളും. ഈയാണ്ട് ഉപകരിക്കല്ല, അടുത്ത വർഷത്തേക്ക്. ഇത് ഇവിടുന്ന് പെട്ടി മാറ്റുന്നേ ഇല്ലല്ലേ? സ്ഥിരം വെച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോണ്ട് നടക്കണ്ട. ഇല്ല, ആഴ്ച വരണം അല്ലേ? ഇപ്പോഴും നോട്ടം വേണം. ഒരു 10 ദിവസത്തിലൊന്ന് വന്നാലും മതി. മഴക്കാലത്ത് മാസം 3 തീറ്റ കൊടുത്താലും പിടിച്ചു നിൽക്കും അല്ലേ? പിന്നെ കൂടുതൽ വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ 5 ദിവസവും 6 ദിവസം കൂടുമ്പോൾ ആഴ്ചയിലൊന്ന് തീറ്റ കൊടുക്കണം. കൂടുതൽ വളരണ്ടാണെങ്കിൽ 3 ദിവസം കൊടുത്താൽ മതി. മാസം 10-1. ഈ വളർച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഡെവലപ്പ് ചെയ്ത് ഈച്ച വളർന്ന് പെരുകി മുട്ടയും കുഞ്ഞും കൂടുതലുണ്ടെങ്കിലേ സ്ട്രെങ്ത് ഉള്ളൂ. പെട്ടിയിൽ നല്ല പെട്ടിയിൽ അതുപോലെയുള്ള പെട്ടിയിലൊക്കെ 1000കണക്കിന് ഈച്ചയാണ് ഒരു പെട്ടിയിൽ. 1000ങ്ങൾ. ഒരു റാണി ഒരു ദിവസം 300-400 മുട്ടയിടും. ഒരു ദിവസം. അത് മുഴുവൻ കുഞ്ഞുങ്ങളായിട്ട് വരും അല്ലേ? അതാണ് ഈ റോയൽ ജെല്ലിയുടെ കപ്പാസിറ്റി. റോയൽ ജെല്ലിയുടെ ഇതുകൊണ്ടാണ്, കപ്പാസിറ്റി കൊണ്ടാണ് ഇത്രയും മുട്ട ഇടാൻ പറ്റുന്നത്. കോഴിയാണെങ്കിൽ ഒരു മുട്ട ഇടുകയുള്ളൂ. ഒരു തേനീച്ച റാണി ഒരു ദിവസം 400 മുട്ടയോളം ഇടും. അപ്പം 10 ദിവസം ആകുമ്പോഴത്തേനും 4000 ആയി. അതിങ്ങനെ ഒരു 30 ദിവസം ആകുമ്പോഴത്തേനും 1000കണക്കിന് തൊഴിലാളികളാണ്. ഇത് കൂടുതലാകുമ്പം പറന്നു പോകും. ഇല്ല, കുടി പിരിയാൻ നോക്കും. അന്നേരം പിരിയാണ്ടിരിക്കാനുള്ള ടെക്നിക്ക് നമ്മളും നോക്കും. ഇവർ കുടി പിരിക്കാണ്ടിരിക്കാൻ. വേറെ റാണി ഉണ്ടാകുന്ന എങ്ങനെയാ? അത് കുടി പിരിയേണ്ട അവസ്ഥയാകുമ്പോൾ ഇവർ തന്നെ റാണിയെ ഉണ്ടാക്കും. അതും ഈ റാണി തന്നെയാണോ ഉണ്ടാക്കുന്നത്? എല്ലാ റാണിയല്ല, ഈച്ച തന്നെ ബിൽഡപ്പ് ചെയ്യും. ഈച്ചയാണ് ഇത് വേറെ കുടി പിരിയണമെന്ന് തോന്നുമ്പോൾ അവർ ബിൽഡപ്പ് ചെയ്യുന്ന റാണിമുട്ട. വേറെ റാണിമുട്ട ഉണ്ടാക്കും. അത് റാണിമുട്ട ഉണ്ടാക്കുന്നത് ഈ തേനീച്ചകളാണോ? തേനീച്ചകളാണ്, അല്ലാണ്ട് റാണിയല്ല. അല്ല, റാണി മുട്ടയിടുന്നത് മാത്രമേ ഉള്ളൂ. വേറെ എല്ലാ പണിയും ഈച്ചയാണ് ചെയ്യുന്നത്. ഈ സാധാരണ മുട്ടയിൽ തന്നെയാണോ ഈ റാണിമുട്ട ഉണ്ടാക്കുന്നത്? സാധാരണ മുട്ടയ്ക്ക് റോയൽ ജെല്ലി ഫീഡ് കൊടുത്താണ് ഈ റാണിമുട്ട ഉണ്ടാക്കുന്നത്. അതിന് പ്രത്യേക ഫീഡിങ്ങാണ് റോയൽ ജെല്ലി. അത് കൊടുത്താൽ മാത്രമേ റാണിമുട്ട. അത് മറ്റുള്ള തേനീച്ചകളുടെ മറ്റുള്ള തേനീച്ചകളുടെ ഗ്രന്ഥികളിൽ നിന്ന് വരുന്ന ദ്രാവവും തേനും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ് റോയൽ ജെല്ലി. അത് കുഞ്ഞീച്ചകളുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന റോയൽ ജെല്ലിയും അതിൻ്റെ കൂടെ ഇവർ മിക്സ് ചെയ്തുണ്ടാക്കുന്നതാണ്. പാല് പോലെ ഇരിക്കും, ചെറിയ പാൽ ചുവയുണ്ടല്ലേ? അത് ഭയങ്കര ഔഷധ ഗുണമാണ്. നമ്മൾ കഴിച്ചെന്നാലും നമുക്കറിയാം, ക്ഷീണമെന്ന് പറയുന്ന വരത്തില്ല. അതുകൊണ്ട് തേനും പൂമ്പൊടി കൂട്ടിയ തേന ഭയങ്കര ഔഷധമാണ്. അത് ഈ അടിനിലയിലായിരിക്കും. അടിനിലയിലാണ് കൂടുതൽ. മുകളിൽ ചില സമയത്ത് വരും, എല്ലാ സമയത്തും വരികയല്ല. അടിയിൽ അതുണ്ട്. അതാ ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്ന, റാണിക്ക് കൊടുക്കാൻ വേണ്ടി റോയൽ ജെല്ലി ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്കും ഈ പൂമ്പൊടി കൂട്ടിയ ഭക്ഷണം കൊടുത്താണ്. അതിന് ബീ ബ്രെഡ് എന്ന് പറയും. ബീ ബ്രെഡ് കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റ. കുഞ്ഞുങ്ങൾക്ക് ബീ ബ്രെഡാണ് തീറ്റ കൊടുക്കുന്നത്. അതൊക്കെ നമുക്ക് അടുത്ത ദിവസം വരുമ്പോൾ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ. കർഷകരുടെ വ്യത്യസ്തമായ കൃഷിരീതികൾ പരിചയപ്പെടുന്ന ഈ ചാനൽ മറ്റുള്ളവരിൽ എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കണേ.